അതെ. നമ്മളിനി ഈ സന്തോഷ് ട്രോഫി മത്സരങ്ങൾ ഡയറക്റ്റ് ട്രെയിനിങ് ഒക്കെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ എനിക്കും പേഴ്സണലി സന്തോഷമുണ്ട് കേട്ടോ. എന്റെ കസിനാണ് സന്തോഷ് ട്രോഫിയുടെ അസിസ്റ്റന്റ് കോച്ച് കേരള ടീമിന്റെ ഹാരി ബെന്നി. അപ്പൊ ഹാരി ചേട്ടനും ഒരു ഹാപ്പി ആശംസ നേരുന്നു. അപ്പോൾ 2022 മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നടന്ന സന്തോഷ് ട്രോഫി മത്സരത്തിൽ ടിക്കറ്റ് ഉണ്ടായിട്ടും സ്റ്റേഡിയത്തിൽ കയറാൻ കഴിയാതിരുന്നവർക്ക് നഷ്ടപരിഹാരവും ടിക്കറ്റ് തുകയും നൽകാൻ മലപ്പുറം ഉപഭോക്തൃ കമ്മീഷന്റെ ഉത്തരവ്. 10,000 രൂപയും ടിക്കറ്റ് വിലയും ജില്ലാ സ്പോർട്സ് കൌൺസിൽ നൽകാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ടിക്കറ്റ് ഉണ്ടായിട്ടും സ്റ്റേഡിയത്തിൽ കയറാൻ കഴിയാതെ പോയ മഞ്ചേരി, കൊല്ലം സ്വദേശികൾ നൽകിയ പരാതിയിലാണ് വിധി വന്നിരിക്കുന്നത്. എന്തായാലും സന്തോഷമുള്ള വാർത്തയാണ് അല്ലെ. അതായത് അന്ന് ആ സ്റ്റേഡിയത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. സ്റ്റേഡിയത്തിൽ ഇങ്ങനെ നിറഞ്ഞ ഒരു പൊട്ടിത്തെറിക്കുന്ന സ്റ്റേഡിയമായിരുന്നു. അവിടെ ഒരുപാട് പേര് ഇങ്ങനെ പുറത്തു നിന്ന് തിരികെ പോകുന്ന സാഹചര്യം കണ്ടു. കാരണം ആ സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ അപ്പുറത്തേക്ക് ടിക്കറ്റ് വിൽപ്പന നടന്നു. അതാണ് ഈ പരാതി. ഈ നഷ്ടപരിഹാരത്തിനൊക്കെ അപ്പുറത്തേക്ക് എന്തായാലും നമുക്ക് അനുമോദിലേക്ക് പോകാം. അനുമോദിനോട് CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. 2022 മഞ്ചേരി പയ്യനാട് വെച്ച് സന്തോഷ് ട്രോഫിയുടെ ഫുട്ബോൾ മത്സരം വലിയ ആവേശത്തോടെയാണ് നടന്നതും അതിൽ കേരള ടീം വിജയിച്ചു കയറിയതും. പക്ഷെ അന്നുണ്ടായ ഒരു വിവാദം, ടിക്കറ്റ് എടുത്തിട്ടും ഗാലറിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ഒരുപാട് പേർ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. വലിയ പ്രതിഷേധമുണ്ടായി, പോലീസിന്റെ ലാത്തിചാർജ് ഉണ്ടായി. അന്ന് ടിക്കറ്റ് എടുത്തിട്ടും കളി കാണാൻ കഴിയാതെ പോയവരിൽ പലരും കോടതിയെ സമീപിച്ചു. അങ്ങനെ ഉപഭോക്തൃ കമ്മീഷൻ അവർക്ക് അനുകൂലമായി ഒരു ഉത്തരവും കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചു. 10,000 രൂപയും ഇവരുടെ ടിക്കറ്റിന്റെ തുകയും ഇവർക്ക് സ്പോർട്സ് കൗൺസിൽ മടക്കി നൽകണമെന്നായിരുന്നു ഉത്തരവ്. അവർക്ക് വേണ്ടി ഈ ഒരു നിയമ പോരാട്ടം നടത്തിയ അഡ്വക്കേറ്റ് സാദിഖ് അലിയും അതേപോലെ തന്നെ ഈ ഒരു പരാതിക്കാരനും ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശരിക്കും ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു ഉത്തരവ് ഉപഭോക്തൃ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്താണ് ശരിക്കും ഉത്തരവിൽ പറയുന്നത്? ഇതാദ്യമായിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഉപഭോക്തൃ കോടതിയെ സമീപിക്കുന്നതും ഒരു ഉത്തരവൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും. 2022 മെയ് മാസത്തിലായിരുന്നു ഈ മത്സരം നടന്നിരുന്നത്. മത്സരത്തിൽ ഒരു വലിയ ജനത്തിരക്കുണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ എങ്കിൽ പോലും ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് അവരുടെ അവകാശമുണ്ട്. അത് കളി കാണാനും അത് സീറ്റ് അവർക്ക് വേണ്ടിയിട്ട് അനുവദിച്ച് നൽകാനൊക്കെ ഉള്ള അവകാശം അവർക്കുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം ആ ഒരു പ്രോഗ്രാം നടത്തിയ ഓർഗനൈസിംഗ് കമ്മിറ്റിക്കായിരുന്നു. പക്ഷെ ആ കാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ചയാണ് സത്യത്തിൽ നടന്നിരുന്നത്. അതിനെതിരെയാണ് ഒരു കൺസ്യൂമർ എന്ന രീതിയിൽ ഇവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മലപ്പുറം ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചത്. വിശദമായ വാദവും അതോടൊപ്പം തന്നെ 8ഓളം രേഖകൾ നമ്മൾ ഹാജരാക്കി. ഈ രേഖകളിലൊക്കെ പരിശോധിക്കുമ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ കളി കാണാൻ സാധിക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കമ്മീഷന് വ്യക്തമായി ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വിധി ഉണ്ടായിരുന്നത്. ഇത് ഈ ഫണ്ട്, അതായത് പണം ആര് തിരിച്ചു നൽകണമെന്നാണോ ഉത്തരവ് പറയുന്നത്? ഇതിൽ 3 എതിർകക്ഷികൾ ഉണ്ടായിരുന്നു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ കേരള സർക്കാരും മലപ്പുറം സ്പോർട്സ് കൗൺസിലും. ഇതിൽ ആർക്കാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന കാര്യത്തിൽ ഒരു വലിയ തർക്കം ഉണ്ടായിരുന്നു. സർക്കാർ പറയുന്നത് ഫുട്ബോൾ ഫെഡറേഷനാണെന്ന്, ഫുട്ബോൾ ഫെഡറേഷൻ പറയുന്നത് സ്പോർട്സ് കൗൺസിലിനാണ്. അവസാനം കമ്മീഷൻ കണ്ടെത്തിയത് ഈ ടിക്കറ്റ് ക്യാഷ് അവർ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, അതല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് പണം നൽകിയിരിക്കുന്നത് സ്പോർട്സ് കൗൺസിലിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്കാണ് ആ ടിക്കറ്റിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ പ്രോഗ്രാം നടത്തേണ്ട റെസ്പോൺസിബിലിറ്റി ഈ ഫുട്ബോളിന്റെ മത്സരങ്ങൾ മാറ്റിവെക്കുന്നതും അതല്ലെങ്കിൽ അതിന്റെ എല്ലാ ഷെഡ്യൂളുകളും ചെയ്യുന്നത് സ്പോർട്സ് കൗൺസിൽ തന്നെയാണ്. അതാണ്. എന്തായാലും നഷ്ടപരിഹാരം കിട്ടി എന്നുള്ളത് സന്തോഷം തന്നെയാണ്. പക്ഷെ കാണാൻ പറ്റാതെ പോയല്ലേ, അത് ഭയങ്കര സങ്കടമായിരിക്കും. മാത്രമല്ല അന്ന് കേരളം കിരീടം നേടിയ ദിവസമാണ്. കേരളം ട്രോഫി വാൻ നിൽക്കുമ്പോൾ അത് കാണാൻ പറ്റാതെ നിരാശരായി പോകുന്ന കാഴ്ചയുണ്ടല്ലോ, അത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ എന്നാലും ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക്, സന്തോഷകരമായിട്ടുള്ള കാര്യം, സന്തോഷമാണ്